Paya soup. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ പായ സൂപ്പ് അല്ലെങ്കിൽ ലാംബ് ട്രോട്ടേഴ്സ്, അതായത് നമ്മുടെ ആടിൻ്റെ കാലും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആടിൻ്റെ കാല് നമ്മൾ മേടിച്ചതുണ്ട്. ഇത് മാർക്കറ്റിൽ പോയി മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 2 കവർ കൊണ്ടുപോകണം. അതായത് ആടിൻ്റെ കാല് വെട്ടിത്തരുമ്പോൾ അതിൽ രോമങ്ങളുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. അത് കൊണ്ടുവരുന്നത് സെപ്പറേറ്റ് ഒരു കവറിൽ കൊണ്ടുവരിക. ആടിൻ്റെ കാല് അതിൻ്റെ കൂടെ മട്ടൺ മേടിച്ചതും കൂടി ഇടുകയാണ്. എന്തെങ്കിലും സ്റ്റ്യൂ ആക്കുകയാണെങ്കിൽ ഈ സൂപ്പിനെ തന്നെ എടുത്തിട്ട് നമുക്ക് സ്റ്റ്യൂ ആക്കാൻ പറ്റും. അപ്പോൾ സ്റ്റ്യൂ ആക്കുകയാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാംസം, ഒരു 250 ഗ്രാം മാംസവും. ഇനി ഇതിൻ്റെ കൂടെ ബ്ലാക്ക് പെപ്പർ കോൺ, അതായത് കുരുമുളകിൻ്റെ തിരി, അങ്ങനെ തന്നെ. അത് ശരിക്കും മൂത്തിട്ടില്ല, 1-2 തിരിയെ നല്ല മൂത്ത് കിട്ടിയുള്ളൂ, മറ്റേത് ആവണുള്ളൂ. അപ്പോൾ ഇതും കൂടി ഇടുകയാണ് നമ്മൾ. പിന്നെ ഇഞ്ചി ചതച്ചത് കുറച്ച് അതിൻ്റെ കൂടെ ഇടാം. വെളുത്തുള്ളി ഇത് ചതയ്ക്കണമെന്ന് നിർബന്ധമില്ല, കാരണം ഇതെല്ലാം കൂടിയിട്ട് പുഴുങ്ങുന്നത് കൊണ്ട് അത് തന്നെ ആയിക്കോളും. അപ്പോൾ ചതച്ചിടണമെന്നില്ല. ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. സൂപ്പിന് വേണ്ടി വേവിക്കുമ്പോൾ ശരിക്കും ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. അതിൻ്റെ നാച്ചുറൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ആ സാധനങ്ങൾ മാത്രം ഇട്ട് വേവിക്കാം. പിന്നെ ഒരു 2 നുള്ളും മഞ്ഞൾപ്പൊടി തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ 3 കുപ്പി വെള്ളം ഒഴിച്ചു. ഇനി നമുക്കിത് കുക്കർ അടച്ച് ഇത് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒരു 40 to 45 മിനിറ്റ്സ് 45 മിനിറ്റ് തിളച്ച് ഇതിൻ്റെ എല്ലിൻ്റെ ഉള്ളിലെ സത്തൊക്കെ ഇങ്ങോട്ട് ഇളകി വന്നാലേ നമുക്ക് ഹെൽത്തി സൂപ്പ് ആവുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 45-50 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചു. അപ്പോൾ ഒന്നുകിൽ വേണമെങ്കിൽ നമുക്കിതിനെ ഒരു സ്റ്റ്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൂപ്പിനെ തന്നെ ക്ലിയർ സൂപ്പായിട്ട് എടുക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ക്ലിയർ സൂപ്പായിട്ട് ഇപ്പോൾ ഓൾറെഡി റെഡിയാണ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ സൂപ്പിനെ ഒന്നുകൂടി ഒന്ന് കൊഴുപ്പാക്കി എടുക്കാൻ വേണ്ടി എഗ് വൈറ്റ് ആഡ് ചെയ്യാൻ പോവുക. അപ്പോൾ ആദ്യം മുട്ടേനെ നമുക്ക് പൊട്ടിച്ച് അതിൻ്റെ മഞ്ഞ ഇതിനെ മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എല്ലിൽ നിന്നൊക്കെ ശരിക്കും വിട്ടു തുടങ്ങി, നന്നായിട്ട് ടെൻഡർ മാംസമായിട്ടുണ്ട്. നമ്മളിതിനെ ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ഇതിനൊക്കെ ആഡ് ചെയ്യാൻ പോവാണ്. എത്രത്തോളം നിങ്ങൾക്ക് തിക്കാണോ എന്നുള്ളത് ഇപ്പോൾ ചൂടുള്ളപ്പോൾ, തണുത്താലാണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് നോക്കുക. തിക്ക് ആയെന്നുണ്ടെങ്കിൽ, സൂപ്പ് തിക്കായെന്നുണ്ടെങ്കിൽ നിർത്തുക. ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് ഇളക്കി നോക്കുക, എന്നാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതിപ്പോൾ നല്ല തിക്ക് സൂപ്പായിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ ഒന്നും കൂടി തിക്കാവുള്ളൂ. ഇനി ഇതിനകത്ത് നമ്മൾ എടുത്തു വെച്ചാണ് എഗ് വൈറ്റ് നൂലായിട്ട് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇങ്ങനെ നൂല് പോലെയാണ് വന്ന് കിട്ടും. ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല തിക്ക് സൂപ്പായിട്ടുണ്ട്. ആഹാ, അടിപൊളി. അപ്പോൾ നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ആ മുട്ടയുടെ യോക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ക്യാരറ്റും പൊട്ടറ്റോ നമ്മളൊന്ന് പുഴുങ്ങിയെടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ പെപ്പർ, ക്യാപ്സിക്കം ആഡ് ചെയ്തു. ഇതിന് നമ്മൾ ആ മുട്ടയുടെ ഇതും കൂടെ എടുത്ത് അതിന് മുമ്പ് കുറച്ച് എണ്ണ ചേർക്കാം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ ചപ്പാത്തി മേടിക്കുകയാണെങ്കിൽ ഇത് ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ച് റോൾ ചെയ്ത് കഴിക്കുകയും ചെയ്യാം. അതിൻ്റെ കൂടെ സൂപ്പും കൂടെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ലാവിഷ്. ഈ സൂപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നല്ലപോലെ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞു കുട്ടികൾക്ക് ജോയിൻറ്റ് സ്ട്രെങ്തനിങ്, അതുപോലെ തന്നെ പ്രായമായവർക്കും ജോയിൻറ്റ് പെയിൻ ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ ഇത് കഴിക്കേണ്ട ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് മഴക്കാലത്തും തണുപ്പുള്ളപ്പോഴുമാണ് കഴിക്കാൻ ഏറ്റവും നല്ലത്.